ഈ ശക്തമായ വചനങ്ങൾ കേൾക്കുവിൻ. വിഡ്ഢികളോട് ഒരിക്കലും നിങ്ങൾ വാദവിവാദം ചെയ്യാൻ പോകരുത്. അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പാഴ്വേല മാത്രമാണ്. വെറുപ്പ്, ശത്രു, രോഗം ഇവയെ ഒന്നും തന്നെ ചെറുതായി കാണരുത്. ഇവയ്ക്കെല്ലാമുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ കാണേണ്ടതാണ്. ഭഗവാൻ മൂർത്തികളിലല്ല വസിക്കുന്നത്. നിങ്ങളുടെ അനുഭൂതി തന്നെയാണ് നിങ്ങളുടെ ഈശ്വരൻ. ആത്മാവാണ് നിങ്ങളുടെ ക്ഷേത്രം. എത്ര കഠിനമായ പരിതസ്ഥിതികളിലും തന്റെ ലക്ഷ്യത്തിന് നേരെ ചുവട് വെച്ചുകൊണ്ട് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയായി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും നിങ്ങളുടെ ദൃഷ്ടിയിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. വിധിയനുസരിച്ച് മുന്നോട്ടു പോകാമെന്ന തീരുമാനം സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതം നഷ്ടമാകുവാൻ അധികം സമയമെടുക്കുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്നത് കാരണത്താൽ ആ വ്യക്തി ഉന്നതനാകുന്നില്ല. എപ്പോഴും ഒരു വ്യക്തി സ്വന്തം ഗുണങ്ങൾ കൊണ്ടാണ് ഉന്നതനാകുന്നത്. നിങ്ങൾക്കൊരൽപ്പം പോലും വില നൽകാത്ത സ്ഥലങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരല്പസമയം പോലും ചെലവഴിക്കരുത്. ഒരു സുഗന്ധവൃക്ഷം കാരണത്താൽ കാടിൽ മുഴുവൻ സുഗന്ധം പരക്കുന്നത് പോലെ ഗുണവാനായ ഒരു പുത്രൻ കാരണത്താൽ കുടുംബത്തിന് മുഴുവൻ ശ്രേയസ്സുണ്ടാകുന്നു. കുറച്ച് പുരാണങ്ങളോ ഗ്രന്ഥങ്ങളോ പഠിച്ചതുകൊണ്ടോ അവയെ വ്യാഖ്യാനിക്കുവാൻ അറിഞ്ഞതുകൊണ്ടോ ഒരാൾ ബുദ്ധിമാനാകുന്നില്ല. ആർക്കാണോ ആ പഠിച്ച ജ്ഞാനത്തെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിയുന്നത്, ആർക്കാണോ സ്വയം പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നത്, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. ദുഷ്ടന്മാരിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ട് ഉപായം മാത്രമാണുള്ളത്. ഒന്നുകിൽ പാദരക്ഷ കൊണ്ട് ചവിട്ടി മെതിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും ദൂരം പാലിക്കുക. കാട്ടിലെ തീ ചന്ദനത്തിന്റെ തടിയെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് ആരുടെ ജീവിതത്തെയും നശിപ്പിക്കുവാൻ സാധിക്കും. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കുകയില്ല. എന്നാൽ വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വഴികളും നേരെയായി മാറുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറുവാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വെച്ച ചുവടിനേക്കാൾ വലിയ ചുവടായിരിക്കണം അടുത്ത തവണ വയ്ക്കേണ്ടത്. ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഒരൊറ്റ ദോഷം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സർവനാശത്തിൽ എത്തിച്ചേരുന്നതാണ്. അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയൊരു വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തമാകുന്നു. അറിവൊരു വ്യക്തിയുടെ ദൗർബല്യങ്ങളെ പരിഹരിക്കുകയും ചെയ്യുന്നു. തന്റെ ബുദ്ധിമുട്ടുകളെ എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ചുവടുറച്ച് നീങ്ങുന്നവരുടെ കൂടെയാണ് ഭാഗ്യം പോലും ഉണ്ടാവുക. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ബധിരനായി മാറും. കാരണം കൂടുതൽ ആളുകളും നിങ്ങളുടെ ഉത്സാഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഒരു പരാജിതനായ വ്യക്തിയിൽ നിന്ന് പോലും നിങ്ങൾ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിനും നിങ്ങളെ ചിലതെല്ലാം പഠിപ്പിക്കുവാൻ കഴിയും. അലസനായ വ്യക്തിക്ക് ഭൂതകാലവുമില്ല, വർത്തമാനകാലവുമില്ല, ഭാവി തീരെയില്ല. സ്നേഹത്തിനും മോഹത്തിനും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. സ്നേഹം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. മോഹം നിങ്ങളെ ദുർബലനാക്കുകയാണ് ചെയ്യുന്നത്. ബന്ധങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നാൽ ധർമ്മത്തിനേക്കാൾ ഉപരി ബന്ധത്തിന് സ്ഥാനം നൽകുകയും അരുത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി ദൂരെയാണെങ്കിലും നമുക്ക് സമീപമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്തൊരു വ്യക്തി സമീപമാണെങ്കിലും അവർ ദൂരെയാണ്. കഷ്ടവും ആപത്തുകളും മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ചങ്ങാതിമാരാണ്. സാഹസത്തോടെ അതിനെ നേരിടുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. നിങ്ങൾ ഒരിക്കൽ നിലംപതിക്കുകയാണെങ്കിൽ പരാജയം സംഭവിക്കുന്നില്ല. നിലംപതിച്ചിടത്തു നിന്നും എഴുന്നേൽക്കുവാൻ നിങ്ങൾ മടിക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്. മനുഷ്യന്റെ ചിന്താഗതികളും മനോഭാവവും മാറുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെ മാറുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, അത്രമാത്രമേ നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞവനാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ മനസ്സിലാക്കുവാൻ പിന്നീടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു വ്യക്തി സ്വന്തം പത്നിയിൽ സന്തുഷ്ടനായിരിക്കണം. അവൾ സുന്ദരിയാണെങ്കിലും അല്ലെങ്കിലും, വിദ്യാഭ്യാസം ഉള്ളവളാണെങ്കിലും അല്ലെങ്കിലും,
നിങ്ങളുടെ പത്നിയാണ്. ഇത് തന്നെ വലിയ കാര്യമാണ്. ശരീരം കൊണ്ട് സൗന്ദര്യമുള്ള മഹിള നിങ്ങൾക്ക് അല്പനേരത്തെ സന്തോഷം നൽകുന്നുണ്ടായിരിക്കും. എന്നാൽ ഗുണങ്ങൾ കൊണ്ട് സുന്ദരിയായ മഹിള നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സുഖം നൽകുന്നതാണ്. ആരുടെയും മുന്നിൽ നിങ്ങൾ നിങ്ങളെ ന്യായീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. പാമ്പിന്റെ പല്ലിൽ, തേളിന്റെ വാലിൽ, മനുഷ്യന്റെ മനസ്സിൽ മഹാവിഷം കുടിയിരിക്കുന്നു. രണ്ടാളുകൾക്ക് വന്ന് എന്തും കളിച്ചു പോകുവാൻ മാത്രമുള്ള രീതിയിൽ ഒരു മൈതാനം പോലെ ആയിരിക്കരുത് നിങ്ങളുടെ ജീവിതം. ബുദ്ധിമാന്മാർ ചില ഘട്ടങ്ങളിൽ മിണ്ടാതെയിരിക്കും. എന്നാൽ അറിവ് മാത്രമുള്ളവർ അതേ ഘട്ടത്തിൽ സംസാരിക്കുവാൻ തുടങ്ങും. വിഡ്ഢികളാണെങ്കിൽ വാദവിവാദങ്ങളിലും മുഴുകും. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമാണുള്ളത്. സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ചെയ്യാതെ നിങ്ങൾ ഉറങ്ങണം. ലക്ഷ്യത്തിന് നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം. നിങ്ങളുടെ ചിന്തകൾ നല്ലതായിരിക്കട്ടെ, കാഴ്ചപ്പാടുകൾ നല്ലതായിരിക്കട്ടെ. കാരണം കാഴ്ച മങ്ങിയാൽ മരുന്നുണ്ട്, എന്നാൽ കാഴ്ചപ്പാട് മങ്ങിയാൽ അതിന് മരുന്നില്ല. അസംഭവ്യം. ഈ ശബ്ദം മടിയന്മാരുടെ നിഘണ്ടുവിൽ മാത്രമേ ഉണ്ടാകൂ. ബുദ്ധിമാന്മാർ അവരുടെ മാർഗം സ്വയം തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യുക. ദുർബലനായൊരു വ്യക്തിയുടെ ശത്രുതയുണ്ടായാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്തായിരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് തടസ്സമായി മാറുക. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കുന്ന സമയങ്ങളിൽ ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കുപിതനായിരിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ നൽകരുത്. അതുപോലെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കരുത്. ഇത് ജീവിതത്തിന്റെ 3 മൂലമന്ത്രങ്ങളായിരിക്കട്ടെ. ബുദ്ധിമാൻ ഒരിക്കലും തന്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കുകയില്ല. വീട്ടിലെ രഹസ്യമായ കാര്യങ്ങൾ, ധനം നശിച്ചുപോയതിന്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഇവയെല്ലാം തന്നെ സ്വന്തം മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ലോകമെന്ന ഈ വേദിയിൽ നിങ്ങളുടെ ജീവിതമെന്ന നാടകം ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കൂ. നിങ്ങളുടെ നാടകത്തിന്റെ തിരശീല വീണതിന് ശേഷവും ഇവിടെ കയ്യടികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും പരാജയം സംഭവിച്ചുവെങ്കിലും യാതൊരു പരിശ്രമവും കൂടാതെ എന്തെങ്കിലും നേടിയവരെക്കാൾ നിങ്ങൾ മഹാൻ തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രയത്നം ആരംഭിക്കുകയാണെങ്കിൽ അസഫലതയുണ്ടാകുമോ എന്ന് ഭയപ്പെടരുത്. നിങ്ങൾ തുടങ്ങിവെച്ച കാര്യത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അരുത്. ആരാണോ ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് അവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. അവർ ജീവിതത്തിൽ ഉന്നതി നേടിക്കൊണ്ടുമിരിക്കും. അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടതായി വരും. നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചെലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. തെറ്റു ചെയ്യാത്ത ഒരുവനെ നിങ്ങൾ ശിക്ഷിക്കുന്നതിലൂടെ അകാരണമായ ഒരു ശത്രുവിനെ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിഡ്ഢിയുടെ പക്കൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നതിനേക്കാൾ ഭേദം ഒരു ദുഷ്ടന്റെ പക്കൽ നിന്നും വിമർശനങ്ങൾ സ്വീകരിക്കുന്നതാണ്.